ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങിയിട്ട് BJP-യിൽ പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനും വിശദീകരിക്കുന്ന ന്യായവാദം എനിക്ക് സത്യത്തിൽ കേൾക്കണമെന്നേ തോന്നിയില്ല. അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്ന പറഞ്ഞു. എനിക്ക് റെജി ലൂക്കോസ് ഇടതുപക്ഷത്തിന് വ്യാപ്തിയും ആഴവും പോരാ, ഇടതുപക്ഷത്തിന് മതനിരപേക്ഷത പോരാ എന്ന് പറഞ്ഞ് BJP-യിലേക്ക് പോയി രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈപിടിച്ച് കുലുക്കി ഷാൾ അണിയുന്ന ഒരാൾ അയാളുടെ വിശദീകരണത്തിൽ എനിക്ക് കേൾക്കാനൊന്നുമില്ല എന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ജേർണലിസ്റ്റ് നൽകി ഞാൻ കേൾക്കേണ്ടതാണെങ്കിൽ കൂടി എനിക്കതിനകത്ത് പ്രത്യേകമായി പുതുമയുള്ള ഒന്നുമില്ല. എനിക്ക് അതിനകത്ത് ടോം വടക്കൻ പറഞ്ഞതും അല്ലെങ്കിൽ ആൻ്റണിയുടെ മകൻ പറഞ്ഞതും ഏതാണ്ടെല്ലാം സമാനമായ ഒന്നായിരിക്കും. വികസന രാഷ്ട്രീയം എല്ലാവരും പറഞ്ഞ ഒരു കാരണം അതാണ്, വേറെ ഒന്നും പറയാനില്ലല്ലോ. RSS മുന്നോട്ട് വെക്കുന്ന വിഭജന രാഷ്ട്രീയത്തെ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കേരളത്തിൽ നിന്നോട് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് വേ ആണ്, വികസനമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്. അപ്പോൾ ഇത് ഞെട്ടലുണ്ടാക്കിയത് എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞു. CPM ഒരു ഞെട്ടലും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് CPM പറഞ്ഞത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. CPM-നെ സംബന്ധിച്ച് CPM-ഉമായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം തന്നെയും ചർച്ചകൾ പലപ്പോഴായി CPM ആണ് ഞാൻ എന്ന് പറയുകയും എനിക്ക് CPM മെമ്പർഷിപ്പ് ഉണ്ടെന്ന് അദ്ദേഹം പലകുറി എൻ്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഇനി പാർട്ടി മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണോ ജില്ലാ സമ്മേളന പ്രതിനിധിയാണെന്നറിയില്ല. അല്ലാതെയും പുറത്തു നിന്നുള്ള ചില അക്കോമഡേഷൻസ് ഉണ്ടാവില്ല ജില്ലാ സമ്മേളന പ്രതിനിധികൾ, ചില സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ആളുകൾ എന്ന നിലയിൽ. അങ്ങനെയൊക്കെയുള്ള അക്കോമഡേഷൻ ഉണ്ടാവാം. ഇനിയിപ്പോൾ അന്ന് അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും CPM-ൻ്റെ ഒപ്പം നിൽക്കുകയും CPM ജില്ലാ സമ്മേളനത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പലപ്പോഴും CPM ഹാൻഡിലുകൾ തന്നെ ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അന്ന് മാത്രവുമല്ല, നമ്മൾ അദ്ദേഹത്തെ ഇടതു സഹയാത്രിക നിലയ്ക്ക് അദ്ദേഹത്തെ വിളിക്കുന്ന എപ്പോഴാണ് CPM. സാധാരണ ഇപ്പോൾ ആളുകൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചർച്ചയിൽ 3 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്: BJP, കോൺഗ്രസ്, CPIM. അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവുകളെ, പ്രതിനിധികളെ അവരയക്കുന്നു. അവരുടെ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സാണ് അയക്കും. അവർക്ക് ആ വിഷയത്തിൽ പറ്റിയ ഒരാളെ 8 മണിക്ക് നമുക്ക് അലോട്ട് ചെയ്യും. ചില വിഷയങ്ങൾ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അപ്പോൾ അവർ ആളുകളെ തരില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ആളുകളെ അയക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നറിയിക്കും. പക്ഷേ നമുക്ക് ആ വിഷയത്തിൽ സ്കിപ്പ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, പാർട്ടിയുടെ അത്രയും എന്താ പറയുന്നത് ഈ നിലയ്ക്കുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ എന്താണ്, പാർട്ടിയുടെ പൂളില്ലാത്ത ആൾക്കാർ എന്നാൽ പാർട്ടിക്കാരായവരോ പാർട്ടി സഹയാത്രിയായ ആൾക്കാരെ വിളിച്ച്, എന്നാൽ CPM-ന് വേണ്ടി സംസാരിക്കുന്നവരെ വെച്ച്, അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, അവർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നവരെ വെച്ച് നമ്മൾ ആ ഭാഗം ആ വിടവ് നികത്തും. അങ്ങനെയാണ് ഇദ്ദേഹമൊക്കെയും ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള അങ്ങനെ കുറേ പേരിപ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാം, പേരൊന്നും ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നോട് ഞാൻ ചർച്ച നടന്ന ആളെന്ന് എന്നോടോ നമ്മുടെ ആയിട്ടുള്ള എൻ്റെ കൊളീഗ്സിനോ ആരുടെങ്കിലും CPM വിളിച്ചിട്ട് റെജി ലൂക്കോസിനെ വിളിക്കാൻ പാടില്ല, ഞങ്ങളുടെ കാര്യം പറയാൻ റെജി ലൂക്കോസിനെ വിളിക്കരുത്, നമ്മളോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പൊതുവേദിയിൽ എപ്പോഴെങ്കിലും CPM പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.